السلام عليكم ورحمة الله. بسم الله الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട മജ്‌ലിസുൽ ഖുർആൻ പഠിതാക്കൾ, മജ്‌ലിസുൽ ഖുർആനിന്റെ ഹദീസ് ക്ലാസ് സഹീഹുൽ ബുഖാരിയിൽ നിന്നുള്ള 125 ഹദീസുകൾ നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് 126ാമത്തെ ഹദീസിലേക്ക് നമുക്ക് വരാം. ബാബ് മൻ തറക ബഅദൽ ഇഖ്തിയാരി മഖാഫത അൻ യഖ്സുറ ഫഹ്മു ബഅദിൻ നാസ് അൻഹു ഫയഖഉ ഫി അശദ്ദ മിൻഹു. ഇമാം ബുഖാരി കൊടുത്ത ബാബിന്റെ പേര് മൻ തറക ബഅദൽ ഇഖ്തിയാർ, മുഖ്താറായ അഭിപ്രായങ്ങളെ ഒഴിവാക്കുക എന്നതാണ്. അതായത് ഏറ്റവും അനുയോജ്യമായ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം, ഒഴിവാക്കാം. എപ്പോ? മഖാഫത അൻ യഖ്സുറ ഫഹ്മു ബഅദിൻ നാസ്, ജനങ്ങളിൽ ചിലർ അത് മനസ്സിലാക്കുന്നതിന് പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ, അത് വേണ്ട വിധത്തിലായിരിക്കില്ല ആളുകൾ അത് മനസ്സിലാക്കുക എന്ന ഒരു ഭയം ഉണ്ടെങ്കിൽ അവിടെ ഏറ്റവും ഉചിതമായ കാര്യങ്ങൾ പറയാതിരിക്കലാണ് നല്ലത്. കാരണം ഫയഖഉ ഫി അശദ്ദ മിൻഹു, അതിനേക്കാളും പ്രയാസകരമായ കാര്യങ്ങളിൽ അവർ ചെന്നു വീഴാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു കാര്യം ഒരു ഇമാമ് അല്ലെങ്കിൽ ഒരു നേതാവ് അയാൾക്ക് മനസ്സിലായ ഒരു ഉചിതമായ കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ജനങ്ങളോട് പറയുക, അത് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ച ഫലമായിരിക്കില്ല കിട്ടുക എന്നുണ്ടെങ്കിൽ, അങ്ങനെ മനസ്സിലാക്കാൻ ജനങ്ങൾ പാകപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം പറയാതിരിക്കലാണ്, അത് ഒഴിവാക്കലാണ് നല്ലത് എന്നാണ്. അതാണ് ബാബിൻ്റെ പേര്, വലിയ പേരാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് ചിലപ്പോൾ നാട്ടിലെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ ഇമാമുമാർക്ക് ഭരണാധികാരികൾക്കൊക്കെ തോന്നാം. പക്ഷെ ജനങ്ങൾ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൻ്റെ പേരിൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യം ചില പണ്ഡിതന്മാർ അവർ ഖുർആനും ഹദീസൊക്കെ വെച്ച് പഠിച്ചു, അങ്ങനെ ഗവേഷണം നടത്തി, മനനം നടത്തി, ഗവേഷണം നടത്തി ചില സംഗതികളൊക്കെ കണ്ടാൽ ചിലപ്പം ജനങ്ങളോട് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല ചിലർക്ക്. അപ്പം അത് പറഞ്ഞില്ല അല്ലെങ്കിൽ ആ കാര്യം ചെയ്തില്ല എങ്കിൽ ദീനിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാലോ. പക്ഷെ പറഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, ജനങ്ങളിൽ ചിലർക്കത് ചിലപ്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ചില ആളുകൾ മനസ്സിലാക്കുന്ന രീതി മാറും. അപ്പം ചിലപ്പോൾ സംഘടിതമായിട്ട് നിൽക്കുന്ന ചിലപ്പം കുഴപ്പമുണ്ടാവും. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം എന്ത് ചെയ്യരുത്, അത്തരം കാര്യങ്ങൾ പറയാതിരിക്കലാണ് നല്ലത്, അത് ഉപേക്ഷിക്കാം എന്നതാണ് ഭാഗം. എന്താ നോക്കുക, നമ്മളെ ഹദീസിലേക്ക് വരാം. ഹദ്ദസന 126ാമത്തെ ഹദീസാണ്. ഹദ്ദസന ഉബൈദുല്ലാഹി ഇബ്നു മൂസ അൻ ഇസ്രായീല അൻ അബി ഇസ്ഹാഖ് അനിൽ അസ്വദ്. അസ്വദ് റളിയല്ലാഹു അൻഹു ഖാല, അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു താബിഈയാണ്. ഖാല ലി ഇബ്നു സുബൈർ, അപ്പോൾ എന്നോട് ഇബ്നു സുബൈർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പ്രമുഖ സഹാബിയാണ്. അദ്ദേഹം പറയാണ്, കാനത്ത് ആയിഷത്തു തുസിറു ഇലൈക കസീറൻ, അദ്ദേഹം ഇത് പറയാനുള്ള കാരണം
ആയിഷ റളിയല്ലാഹു അൻഹു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇദ്ദേഹം ആരോടാ ചോദിക്കുന്നത്? അബ്ദുല്ലാഹിബ്ൻ സുബൈർ റളിയല്ലാഹുവിനോട് ചോദിക്കുകയാണ്. കാരണം അബ്ദുല്ലാഹിബ്ൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നത് ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയുടെ മകനാണ്, അസ്മാ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹിബ്ൻ സുബൈർ. അപ്പോ സ്വാഭാവികമായിട്ടും എളാമയാണ് അല്ലേ, കുടുംബത്തിൽ വരാറുണ്ട്, പോകണ്ട. അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അക്കൂട്ടത്തില് നിങ്ങളോട് ചിലപ്പം ചില ഹദീസുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും കഅബയുടെ വിഷയത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കൊൽത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അബ്ദുല്ലാഹിബ്ൻ സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലത് ലി, ആയിഷ ബീവി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ ബീവി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആര് പറയാണ്? അബ്ദുല്ലാഹിബ്ൻ സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞത്? യാ ആയിഷ, ലൗലാ ഖൗമുക്കി ഹദീസുൻ അഹ്ദുഹും. ആയിഷ ബീവിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാഗ്രഹം പറയും. എന്താണ്? ലൗലാ ഖൗമുക്കി ഹദീസുൻ അഹ്ദുഹും. ആയിഷ, നിന്റെ ഈ സമൂഹം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമിൽ ഉള്ള മുസ്ലിങ്ങളായ ഈ സ്വഹാബികളായ ആളുകളുണ്ടല്ലോ എന്ന രൂപത്തിൽ പറയാം. ആയിഷ ബീവിയുടെ സമൂഹം എന്ന അർത്ഥം ആയിഷ ബീവിക്ക് ഒരു പ്രത്യേക സംഘം ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. ലൗലാ ഖൗമുക്കി, ആയിഷ നിന്റെ ഈ സമൂഹം ഉണ്ടല്ലോ. അപ്പോൾ നബി ഇങ്ങനെ ആയിഷ ബീവിയോട് പേഴ്സണലായിട്ട് പറയാണ്. ഹദീസുൻ അഹ്ദുഹും, അവരുടെ കാലഘട്ടം പുതിയതാണ് എന്ന് പറഞ്ഞാൽ ഖാല ഇബ്നു സുബൈർ, അപ്പൊ അബ്ദുല്ലാഹിബ്ൻ സുബൈർ പറയാണ് ബികുഫ്ർ, അതായത് അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അവർ പഠിത്തുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. ഇത് മക്ക ഫതഹിനുമായി ബന്ധപ്പെട്ട ആ സന്ദർഭത്തിലാണ് പറയുന്നതെന്നാണ്. അപ്പോ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് അങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ കഅബ എന്ത് ചെയ്യണം, ഒന്ന് പുതുക്കി പണിയണം എന്ന ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ലനഖൽതുൽ കഅബ, കഅബയെ ഞാൻ പൊളിച്ച് പുതുക്കുമായിരുന്നു എന്ന് പറയാം. നഖൽ എന്ന് പറഞ്ഞാൽ പൊളിക്കാം. ലനഖൽതുൽ കഅബ, ഈ കഅബ ഞാൻ പൊളിക്കുമായിരുന്നു എന്നിന് പുതുക്കാൻ വേണ്ടിയിട്ട്. ഫജഅൽതു ലഹാ ബാബൈൻ, എന്നിട്ട് ഞാൻ അതിന് 2 വാതിലുകൾ നിർമ്മിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറയാൻ. ബാബുൻ യദ്ഖുലുൻ നാസ്, ഒരു വാതിലിലൂടെ ജനങ്ങൾ പ്രവേശിക്കാൻ. ബാബുൻ യഖ്റുജൂൻ, മറ്റൊന്നിലൂടെ പുറത്തു കടക്കാൻ. അങ്ങനെ 2 വാതിലുകൾ നിർമ്മിച്ച് ഞാൻ അതിനെ പുതുക്കി പണിയുമായിരുന്നു. ഇന്ന് ഔട്ട് പോലെ വരാനൊന്ന്, പോവാൻ മറ്റൊന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോ പിന്നെ എന്താ ഞാനിത് ചെയ്യാത്തത്? ഇതിപ്പോ മക്ക ഫതഹ് കിട്ടി, വിജയിച്ചു, നബിയുടെ അധീനതയിലായി, ശരിയാണ്. പക്ഷെ ഇപ്പൊ കഅബ പൊളിച്ചു, അത്രേ ഹദീസിലുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം പറയുന്നത് ഫഅലഹു ഇബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്ൻ സുബൈർ പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? കഅബ പുതുക്കിയിട്ടുണ്ട് ഇതുപോലെ. അത് വലിയൊരു വിഷയമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക ഫതഹ് കഴിഞ്ഞപ്പോ മക്കയും മദീനയും അടങ്ങുന്ന വലിയ ഒരു സൗദി അറേബ്യയുടെ, അന്ന് സൗദി അറേബ്യ അല്ല, ആ വലിയ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ട് രാജാവും നേതാവും ഒക്കെ ആയി നബിയുണ്ട്, അംഗീകാരം കിട്ടിയിട്ടുണ്ട്, എല്ലാവരും മുസ്ലിം ആയിട്ടുണ്ട്. ഇനി കഅബ ഒന്ന് പുതുക്കി പണിയണം, നബിയുടെ ഒരു ആഗ്രഹമായിരുന്നു. എങ്ങനെ പുതുക്കി പണിയണം? ഇപ്പൊ ഒരു വാതിലല്ലേ കഅബക്കുള്ള, ഒരു വാതിലാണ്. 2 വാതിലുള്ള രൂപത്തിൽ. അങ്ങനെയായിരുന്നു ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്ന് കഅബ നിർമ്മിച്ചതെന്ന് പറയുന്നത്. വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാതെ താഴെ നിന്ന് തന്നെ ആളുകൾക്ക് കഅബയിൽ പ്രവേശിക്കാൻ പറ്റുന്ന രൂപത്തിൽ 2 വാതിലുകളിലായിരുന്നു അവർ നിർമ്മിച്ചത് എന്നാണ്. പിന്നീട് അതിന് ശേഷം വന്ന ആളുകൾ പലപ്പോഴും ഇങ്ങനെ പുതുക്കി രൂപമായിട്ടൊക്കെ വന്നു എന്നതാണ്. അപ്പൊ അങ്ങനെ പണിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പക്ഷേ ഈ ആളുകൾ ഇപ്പം അടുത്തിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ തന്നെ കഅബ പൊളിച്ച് പുതുക്കാൻ തുടങ്ങിയാൽ ആളുകളിൽ ചിലപ്പോൾ അതൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാ പറയുന്നത്, നല്ല അഭിപ്രായം എന്ത് ചെയ്യണം, ചിലത് ഉപേക്ഷിക്കേണ്ടി വരുന്നു. നബി ആയിഷ ബിയോട് പറയണം, അത് ജനങ്ങളിൽ എന്തുണ്ടാവും. അത് ഈ ഹദീസിലില്ല, വേറെയും ഹദീസുകൾ ബുഖാരിയിൽ തന്നെ വരുന്നുണ്ട്. ബാബ് ഹജ്ജിന്റെ ബാബിലും
അതുപോലെ ഇപ്പം മുസ്ലിം റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ട്, തുർമുദി റിപ്പോർട്ട് ചെയ്തൊക്കെ ഉണ്ട്. അതിലൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇവരെ കൊണ്ട് വന്നിട്ടല്ലുള്ളൂ. അപ്പൊ ഇവർക്ക് കഅബ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അറബികൾ വളരെ ആദരവോട് കൂടി കാണുന്ന ഒരു സാധനമാണ്. വേറെ എന്തുമ തൊട്ട് കളിച്ചാലും അവർ എന്തുമ തൊട്ട് കളിക്കൂല, കഅബയിൽ തൊട്ട് കളിക്കൂല. ഇപ്പൊ നബിക്ക് 10-35 വയസ്സുള്ള സമയത്ത് ഒന്ന് കഅബ പുതുക്കി പണിതു. നമ്മൾ ഇതൊക്കെ ചരിത്രം കേട്ടതാണ്. എന്നിട്ട് നബിയാണ് ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് വെച്ചത് എന്നുള്ള ചരിത്രം നമ്മൾ കേട്ടതാണ്. അത് തന്നെ കേടുപാടുകൾ സംഭവിച്ചപ്പോ മക്കയിലെ പ്രമുഖരെല്ലാം കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് കഅബ ഒന്ന് നന്നാക്കണമെന്നോ. അപ്പൊ ആളുകൾ എതിർത്തു. പലരും പറഞ്ഞു അത് ശരിയാവില്ല, കാരണം അബ്രഹത്ത് മുമ്പ് പൊളിക്കാൻ വന്നിട്ട് നമുക്കറിയാവുന്നതല്ലേ അതിൻ്റെ അവസ്ഥ. അപ്പൊ ഇവർക്കൊക്കെ പേടി. പക്ഷേ വലീദ് ബിൻ മുഗീറ ആണ് അതിന് മുന്നിട്ട് വന്നത്. പറഞ്ഞു അത് പൊളിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്, ഇത് തടഞ്ഞത്. അള്ളാഹു തടഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മളതല്ലല്ലോ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം നന്മയാണ്, ഇതൊന്ന് പുതുക്കി പണിയണം. വലീദ് ബിൻ മുഗീറ ചോദിച്ചു, ആരുടെയെങ്കിലും വീടിന് കേടുപാട് പറ്റിയാൽ നമ്മൾ ഇങ്ങനെ ദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അത് പുതുക്കി പണിയൂലേ? അതിനേക്കാളും അർഹതയുണ്ട് അള്ളാഹുവിന്റെ ഭവനത്തിന് എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു, എന്നാ ശരി, അതിനുള്ള സമാഹരണം, ഫണ്ട് സമാഹരണം, വസ്തുക്കൾ സമാഹരണം. പക്ഷെ പൊളിക്കാൻ ആർക്കും ധൈര്യമല്ല. അപ്പൊ ഇവര് പറഞ്ഞു, വലീദ് ബിൻ മുഗീറിനോട് ആളുകൾ പറഞ്ഞു, നിങ്ങളല്ലേ അഭിപ്രായം മുന്നോട്ട് വെച്ചതും തുടക്കം കുറിച്ചതും, നിങ്ങൾ പൊളിച്ചോളിയാണ്. അപ്പൊ അദ്ദേഹം പൊളിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവര് പറഞ്ഞു, നമുക്ക് പൊളിക്കാന്ന്. അപ്പൊ ആളുകൾ പറഞ്ഞു, ഒരു ദിവസം കഴിയട്ടെ, ഇനി ഒന്ന് ഉറങ്ങി എഴുന്നേൽക്ക്, എന്നിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, കൂടാന്ന് പറഞ്ഞു. അപ്പോ കാരണം ഇവർക്ക് എപ്പോഴും ഈ അബ്രഹത്ത് നശിപ്പിക്കപ്പെട്ട ചിന്തയാണ്. കഅബയിൽ തൊട്ട് കളിച്ചാൽ എന്തുണ്ടാവും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ ഉണ്ടാവും എന്ന ഭയം. അപ്പൊ അങ്ങനെ പിറ്റേന്നായപ്പോ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിന്നെ എല്ലാവരും അതിലേക്ക് എന്ത് ചെയ്യാണ്, സഹകരണത്തോടു കൂടി വരുന്നു. കഅബ പൊളിച്ചു മാറ്റുന്നു, പുതിയ തലസ്ഥാനത്ത് തന്നെ പുതിയ ഒരെണ്ണം വെക്കുന്നു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അതിൽ പങ്കെടുത്തതും. അവസാനം ഹജറുൽ അസ്വദ് ആര് വെക്കും എന്ന ഒരു ചർച്ച വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേൽത്തട്ടം വിരിച്ചിട്ട് അതിലേക്ക് എടുത്തു വെച്ചിട്ട് എല്ലാ പ്രമുഖരായ ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരോട് പിടിക്കാൻ പറഞ്ഞു. ആ തട്ടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് എന്നിട്ട് എല്ലാവരും കൂടി പൊക്കിയിട്ട് നബി അതെടുത്ത് അവിടെ തലസ്ഥാനത്ത് വെച്ചു. അങ്ങനെ പ്രശ്നപരിഹാരമൊക്കെ ഉണ്ടായി. അത് വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു അവർക്ക്. കാരണം എല്ലാ ഗോത്രങ്ങൾക്കും അതിന് താല്പര്യമുണ്ട്, ഇത് ആരും അനുവദിക്കുന്നുള്ളതല്ലേ. അപ്പൊ ആ പ്രശ്നം ഒരു വലിയ കലഹത്തിലേക്ക് തന്നെ പോവായിരുന്നു. കാരണം അത്രയും അവർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് ഹജറുൽ അസ്വദ് ഒരു കഅബയിൽ തൽസ്ഥാനത്ത് വെക്കാൻ കഴിയുക എന്നത്. ഒരു ഗോത്രത്തിന് കിട്ടുന്ന വലിയ അംഗീകാരമായിട്ട് അവർ കണ്ടിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സുന്ദരമായിട്ട് അവിടെ പരിഹരിക്കുക. അത് ഏതാണ്ട് 10-35 വയസ്സിന് നബിക്ക് പ്രായമുള്ള സമയത്താണ്. അന്നാണ് ആ കഅബ അന്ന് പണിതത്. ഈ തറഭാഗം വളരെ ഉയരത്തിലായിട്ട് ഒരൊറ്റ വാതിലോട് കൂടിയാണ് വെച്ചത്. പക്ഷെ പിന്നീട് നബി മക്കും ഫത്തഹൊക്കെ വന്നപ്പോഴാണ് ഈ സംഭവം പറയുന്നത്. ഈ സംഭവം പിന്നീട് ഉദ്ധരിക്കുന്നത്, ഈ ഹദീസ് ഇദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിഷയം പിന്നീട് വന്നപ്പോഴാണ്. അതായത് ആ കഅബ പിന്നെ അങ്ങനെ നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ട് വന്നില്ല. കാരണം എന്തായിരുന്നു, അത് ജനങ്ങളിൽ ചിലപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതുകൊണ്ട്. പിന്നീട് പ്രവാചകരുടെ കാലം കഴിഞ്ഞു, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അവരുടെയൊക്കെ കാലം കഴിഞ്ഞു, ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹും അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ മക്കയുടെ ഗവർണറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രകാരം അവിടെയാണ് ഈ ചർച്ച നടക്കുന്നത്. അപ്പോഴാണ് ഈ താബിയായ അസ്വദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹദീസുകൾ നിങ്ങളുടെ അടുത്തുണ്ടോ, ഇത് പൊളിച്ച് നന്നാക്കാന്നുള്ള ചർച്ച വന്നപ്പം അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറഞ്ഞത്, ആയിഷ ബീവി എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രവാചകർക്ക് തന്നെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു തിന്മ വരാൻ സാധ്യത ഉണ്ടോ, ഒരു പ്രശ്നവും കുഴപ്പവും ഒരു വിഭജനം, ആളുകൾ രണ്ട് തട്ടാവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ടോ എന്ന് ഭയപ്പെട്ടത് കൊണ്ട് നബി ആ താല്പര്യത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്.
അപ്പോൾ നമുക്കിടയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ നന്മയായിരിക്കും. പക്ഷെ ചിലർക്ക് അതൊരു വാശിയാണ്. നന്മയല്ലേ, എന്താ പത്ര ഇതാക്കാൻ, ആരാ എതിർക്കാൻ എന്ന ഒരു രീതിയിൽ സമീപിക്കുമ്പോഴാണ് പലപ്പോഴും എന്തുണ്ടാകുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പം അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാതിരിക്കുക അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക എന്നതാണ് ഖൈർ എന്നതാണ് ഈ ബാബു പറയുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹം പുതുക്കിപ്പണിഞ്ഞെങ്കിലും അത് വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ചരിത്രമാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇത് പുതുക്കിപ്പണിഞ്ഞതിന്റെ പേരിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, ഹിജ്റ 64 എങ്ങാണ്ടാണ് അദ്ദേഹം ഇത് പുതുക്കിപ്പണിയുന്നത്. 73 അദ്ദേഹം വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കരങ്ങളാൽ ആര് വധിക്കപ്പെടുന്നത്? അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം ഇതായിരുന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് എത്തിച്ചത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 126-ാമത്തെ ഹദീസ് അതാണ് വിഷയം. ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, ചിലതൊക്കെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അത് മുഖ്താറായ ഏറ്റവും നല്ല ഒരു അഭിപ്രായമാണെങ്കിൽ കൂടി സമൂഹത്തിന് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളൊന്നൊന്നുമില്ല. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോ നമ്മളെ ഈ മാസപ്പിറവി വിഷയത്തിലുള്ള വിഷയം നമ്മൾ പറയാറുണ്ട്, ചന്ദ്രൻ കണക്കു പ്രകാരം അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചന്ദ്രപ്പിറവി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അത് നോക്കേണ്ടതില്ല എന്ന അഭിപ്രായം. അതല്ല, അത് നോക്കണമെന്നുള്ള അഭിപ്രായം തന്നെ ഇപ്പം എന്തുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഹിലാൽ കമ്മിറ്റിയൊക്കെ നിലവിൽ വന്ന കാലത്ത് നമ്മുടെ നാട്ടുകണപ്പ് അനുസരിച്ചാണ് 29-നാണെങ്കിൽ എന്ത് വേണം, മാസം കാണണം എന്നുള്ളതാണ്. അതിപ്പോ ചന്ദ്രപ്പിറവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 29-ന് പോയി നോക്കണം, എന്നിട്ട് ഇല്ലാത്ത മാസം വരെ കണ്ടിട്ടുണ്ട്. അത് മറ്റൊരു സത്യമാണ്. പക്ഷെ അന്നത്തെ കാലത്ത് തന്നെ ഇപ്പൊ നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ അന്നത്തെ KNM-ന്റെ കേരള യുവത്തിൽ മുജാഹിദിന്റെ സെക്രട്ടറിയോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-35 വർഷം മുമ്പൊക്കെ അദ്ദേഹം പറഞ്ഞു, ഈ റുഇയ്യത്ത്, കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണണം എന്ന് നമ്മൾ അർത്ഥം വെക്കേണ്ടതില്ല. പിന്നെയോ അത് തെളിയിക്കപ്പെട്ടാൽ മതി, ഉണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചാൽ മതി, അത് റുഇയ്യത്താണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കണക്ക് പ്രകാരം നോക്കി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കാണാൻ പോവേണ്ടതില്ല. അല്ലെ, പിറവി സംഭവിച്ചിട്ടില്ല എന്നാണെങ്കിൽ പിന്നെ എന്തായാലും പോകേണ്ടതില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കണക്കിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു വസ്തുത അതാണ്. ഇപ്പോൾ ബഹുഭൂരിപക്ഷം ആളുകളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ 10-35 കൊല്ലം മുമ്പേ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു പണ്ഡിതൻ പറഞ്ഞപ്പോൾ അന്നത്തെ നിലവിലുള്ള സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്, എന്നോട് ഒരാൾ പറഞ്ഞിട്ട് കാര്യമായിട്ട് ഞാൻ പറയുന്നത് നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാത്രം ആര് വളർന്നിട്ടില്ല, നമ്മുടെ സമൂഹം വളർന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം നമ്മളത് പറയേണ്ടതാണ്. സംഗതിയൊക്കെ ശരിയാണ്, കാരണം എല്ലാ രംഗത്തും ശാസ്ത്രീയമായ വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് അംഗീകരിക്കാതിരിക്കാം. പക്ഷേ ഇപ്പോൾ ഇതേ സംഗതി തന്നെ 10-35 വർഷം മുമ്പ് ഇത് അവതരിച്ചപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തപ്പോൾ അന്നത്തെ നിലവിലുള്ള സെക്രട്ടറി പറഞ്ഞ ഒരു അഭിപ്രായമാണെന്ത്, സംഗതി ശരിയാണ്, അതൊക്കെ തന്നെയാണ് ശരി. പക്ഷെ അതിപ്പം നമ്മുടെ സമൂഹത്തോട് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം അവര് പാകപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് സംഭവം. എന്നതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരുന്നു സാന്ദർഭികമായിട്ട്. അപ്പൊ ചില സംഗതികൾ നമ്മൾ നന്മയായിരിക്കും, അത് നടപ്പിൽ വരുത്തിയ ഗുണമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാത്രം സമൂഹം പര്യാപ്തമാണോ എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ്. ഓക്കെ, ഇനി 126-ാമത്തെ ഹദീസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 127-ലേക്ക് വരാം. അതും ഇതുമായി ബന്ധപ്പെട്ട ഒരു സാധനം തന്നെയാണ്. അതെന്താന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാബ് വരുന്നത് മൻ ഖസ്സ ബിൽ ഇൽമി ഖൗമൻ ദൂന ഖൗമിൻ കറാഹിയത അൻ ലാ യഫ്ഹമൂ. ഇമാം ബുഖാരി അതിന് ഭാവന കൊടുത്ത ഒരു പേരാണ് മൻ ഖസ്സ ബിൽ ഇൽമി, വിജ്ഞാനം പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഖൗമൻ, ഒരു സമൂഹത്തിന്, ദൂന ഖൗമിൻ, മറ്റൊരാളെ കൂടാതെ. അപ്പൊ ചില സംഗതികൾ ചില ആളുകളോടെ പറയാവൂ, എല്ലാവരോടും ഒരുപോലെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ്. കറാഹിയത്ത് അല്ല യഫ്ഹമു, അവർ മനസ്സിലാക്കില്ല എന്ന് ഒരു ആശങ്കയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വെറുപ്പുണ്ടെങ്കിൽ അത് സമൂഹത്തോട് മൊത്തത്തിൽ പറയണ്ട, അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളോട് മാത്രം പറഞ്ഞാൽ മതി എന്നതാണ്. അതാണ് അദ്ദേഹം കൊടുത്തത്.
അപ്പോൾ അതുകൊണ്ടാണ് ചില സംഗതികളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, പബ്ലിക്കിൽ ചിലപ്പം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതേ സമയത്ത് ചില ആളുകളോട് മാത്രമേ അത് പറയേണ്ടതുണ്ടാവുള്ളൂ. നോക്കാം എന്താണ് അതിൽ വന്ന ഹദീസ് എന്ന് പറയാം. വഖാല 127 കൊടുത്തത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്കാണ്. വഖാല അലിയുൻ ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു. حدثنا عبيد الله بن موسى عن معروف بن خربوذ عن أبي الطفيل عن علي بذلك. അപ്പോൾ അലി റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്, ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കണം ബിമാ യഅരിഫൂൻ, അവർക്ക് മനസ്സിലാകുന്നത്, ആളുകൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം പ്രത്യേകിച്ചും ദീനീപരമായ കാര്യങ്ങളാണെങ്കിൽ അതുഹിബ്ബൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും കളവാക്കപ്പെടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്നതിനെ, കളവാക്കുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതേ. അപ്പോൾ അതാരാലും ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്ക് തന്നെ ആയിട്ട് അത് പറയാറുണ്ട്. ഏത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കണം. ഓഡിയൻസിന്, നമ്മുടെ മുന്നിലുള്ള ആൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതാണ്. അതൊരു ഭാഗമായിട്ട് ഉദ്ധരിച്ചു എന്ന് മാത്രം. 128 ഹദീസ് അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ്. നോക്കാം. അതേ ബാബിൽ തന്നെ വരുന്ന ഒരു ഹദീസാണ്. حدثنا إسحاق بن إبراهيم قال حدثنا معاذ بن هشام قال حدثني أبو عن قتادة قال قتادة رضي الله عنه പറയാണ്, حدثنا അനസ് ബിൻ മാലിക്. അനസ് ബിൻ മാലിക്കാണ് ഞങ്ങളോട് ഈ വിഷയം പറഞ്ഞത്, ഈ ഹദീസ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു റദീഫുഹു അല റഹ്ലി, ഒരു വാഹനത്തിലാണ് രണ്ടുപേരും. മുആദ് റസൂലുള്ളാഹിന്റെ പുറകിലായിട്ട് ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവും യാത്രയിലാണ്. അപ്പോൾ ഖാല, റസൂലുള്ളാഹി വിളിക്കുകയാണ്, യാ മുആദ് ബിൻ ജബൽ. അപ്പോൾ അദ്ദേഹം മറുപടി പറയാണ്, ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക. ലബ്ബൈക് വസഅദൈക, അതൊരു വിളി കേൾക്കുന്ന അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒരു രൂപമാണത്. മലയാളത്തിലൊക്കെ അതിന് അർത്ഥം പറയാറുള്ളത് അങ്ങേക്ക് ക്ഷേമവും നന്മയും ഒക്കെ മേൽക്കുമേലുണ്ടാവട്ടെ എന്നൊരു, എന്തിനും തയ്യാറായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ മറുപടി. ആ ലബ്ബൈക വസഅദൈക. ഇപ്പോൾ നമ്മുടെ ഹജ്ജിലൊക്കെ പറയുന്ന ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറഞ്ഞാൽ പടച്ചോന് നമ്മൾ മറുപടി കൊടുക്കുകയാണ്. പടച്ചോനെ, ഞാനിതാ നിന്റെ അടിമയായ, ഞാനിതാ നിന്റെ ഏതൊരു കൽപ്പനയും അംഗീകരിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഇതാ വന്നിരിക്കുന്നു, നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇവിടെ. അപ്പം അത് വിളി കേൾക്കുന്ന ഒരു രൂപമാണ്, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഒക്കെ ഉള്ള ഒരു രൂപമാണത്. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹ് വസഅദൈക എന്ന് പറഞ്ഞു. അപ്പോൾ ഖാല റസൂലുള്ളാഹി വീണ്ടും യാ മുആദ്, വീണ്ടും വിളിക്കുകയാണ് മുആദ്. ഖാല ലബ്ബൈക യാ റസൂലല്ലാഹി വസഅദൈക സലാസൻ. അങ്ങനെ 3 തവണ റസൂലുള്ളാഹി വിളിച്ചു. അങ്ങനെ ആവർത്തിച്ച് വിളിക്കുന്നതും ആവർത്തിച്ച് പറയുന്നതുമൊക്കെ ഹദീസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, മാമിൻ അഹദിൻ, ഒരാളും തന്നെ ഇല്ല, യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും പറയുന്ന, അത് സാക്ഷ്യം വഹിക്കുന്ന ഒരാളും തന്നെയില്ല. എങ്ങനെ? സിദ്ഖൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ വളരെ സത്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരാൾ. ഇല്ല ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിനുമേൽ അള്ളാഹു അദ്ദേഹത്തെ ഹറാമാക്കിയിരിക്കുന്നു. ആ മനുഷ്യൻ നരകത്തിന് ഹറാമാണ് സുല്ല പറഞ്ഞ. അപ്പം മനസ്സറിഞ്ഞ് ഉറച്ച വിശ്വാസത്തോടു കൂടെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ഹറാമാണ്? നരകം അദ്ദേഹത്തിന് ഹറാമാണ് എന്ന് പറഞ്ഞു, നബി പറഞ്ഞതാണ്.
അപ്പോൾ മുആദ് ബിൻ ജബൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് അഫല ഉഖ്ബിറു ബിഹിന്നാസ് ഫയസ്തബ്ശിറു, ഞാൻ ഈ വിവരം ജനങ്ങളെ അറിയിക്കട്ടെ, അവർക്കത് വലിയ സന്തോഷമാവും എന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, ഇദൻ യത്തകിലു. അപ്പോൾ മുആദേ, ജനങ്ങൾ അത് മാത്രം അവലംബമാക്കിയേക്കും, അതുകൊണ്ട് ഇപ്പം പറയണ്ട എന്നാണ് അതിനർത്ഥം. എന്താ, ആളുകള് കർമ്മങ്ങളിലേക്ക് അത്ര ഉത്സാഹം കാണിക്കൂല. കാരണം ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ച് പറഞ്ഞാൽ അത് തന്നെ മതി നരകത്തിൽ പോവാതിരിക്കാൻ എന്ന് ജനങ്ങളോട് ഇപ്പം പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? കർമ്മങ്ങളിലേക്കൊന്നും വല്ലാതെ വരൂല. കാരണം അത് മതിയല്ലോ. ഇതൻ യത്തകിലു, അവർ അത് മാത്രം അവലംബമാക്കി പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അതിൻ്റെ വിശദീകരണം പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഇത് കിട്ടിയത്? അഖ്ബറ ബിഹാ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നീട് അത് പറഞ്ഞു. ഇൻദ മൗതിഹി, അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത്. തഅസ്സുമൻ, അദ്ദേഹം കുറ്റക്കാരനാവുമോ എന്ന് പേടിച്ചതുകൊണ്ട്, കിത്മാനുൽ ഇൽമ ഇൽമിനെ മറച്ചു വെക്കുക എന്ന ഒരു പാപം എന്നിൽ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത് കൊണ്ട് മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്. അത് മറ്റു ഹദീസുകളിലൊക്കെ ഉണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസ് കാണാം, ഇങ്ങനെ തൗഹീദ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നരകം ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, ഞാൻ പറയട്ടെ, ജനങ്ങൾക്കത് സന്തോഷമാവുന്നു. അപ്പോൾ റസൂൽ ഒരിക്കൽ പറഞ്ഞു, മുആദ് നീ അറിയിച്ചോ എന്ന് പറഞ്ഞു. ഈ അനുമതി കിട്ടി അദ്ദേഹം വളരെ സന്തോഷത്തിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. അത് ചോദിച്ചാൽ എന്താണ്? അപ്പോൾ ആദ്യം കണ്ട ആളുകളുടെ വേഗം പറയുകയാണ് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ മുആദ് ബിൻ ജബലിനെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് തന്നെ വന്ന് പള്ളിക്ക് വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇത് പറഞ്ഞാൽ ജനങ്ങൾ ഇത് മാത്രം അവലംബമാക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാ മുആദ് അപ്പോൾ പറയണ്ട എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദിയായ അഭിപ്രായങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ സദസ്സിൽ അനുവാദമുണ്ടായിരുന്നു എന്നതിനൊക്കെ തെളിവാണ് എന്നൊക്കെ അതിൻ്റെ വിശദീകരണത്തിൽ ഫതുഹുൽ ബാരിയിലൊക്കെ കാണാം. അത് റസൂൽ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കാരണം അതാണ് നന്മ എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെ പറയുന്ന അഹ്ബാബ് ചില വിഷയങ്ങൾ എല്ലാവരോടും പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റൂല, ചിലതൊക്കെ പറയാൻ പറ്റൂ എന്നതാണ്. അതാണ് ഈ പറയുന്നത്. അങ്ങനെ പിന്നീട് അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത് എന്നാണ്. ആ ബാബിൽ തന്നെ ഒരു ഹദീസും കൂടിയുണ്ട്, ഇൻഷാ അല്ലാഹ് അതും കൂടെ നമ്മൾ പറയാം. 129-ാമത്തെ ഹദീസ്. حدثنا مسدد قال حدثنا معتمر قال سمعت أبي. മുഅ്തമർ എന്നവർ പറയാണ്, എൻ്റെ ഉപ്പ എന്നോട് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ ഉപ്പ പറഞ്ഞത്? സമിഅ്തു അനസൻ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഖാല ദുക്കിറ ലി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയപ്പെട്ടു എന്നുള്ളതാണ്. എന്താണ്? ഖാല ലി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു സംഭവം അതെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാം. മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന. അതേ വിഷയം തന്നെ. മൻ ലഖിയല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നു എന്ന് പറഞ്ഞാൽ മഹ്ശറയിൽ, ലാ യുശ്രികു ബിഹി ഷൈഅ, ഒന്നിലും അല്ലാഹുവിനോട് പങ്കു ചേർക്കാതെ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തൗഹീദോട് കൂടെ യാതൊന്നും അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ഒരു മനുഷ്യൻ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പോഴാണ് മുആദ് ബിൻ ജബൽ ചോദിച്ചു, ഖാല അല ഉബശ്ശിറുന്നാസ്, ഞാൻ ഈ വിവരം ജനങ്ങളെ അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പം റസൂലുള്ളാഹി പറയണില്ല, പറയണ്ട, ഇന്നി അഖാഫു അൻ യത്തകിലു, അതിൽ മാത്രം ജനങ്ങൾ അവലംബമാക്കും, അത് മാത്രം അവലംബമാക്കും എന്നതിന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പം ആ വിഷയം പറയണ്ട എന്ന് പറഞ്ഞു എന്നതാണ്. പിന്നീട് ഇത് പറയുന്നത് മരണാസന്നനായി കിടക്കുമ്പോഴാണ്. അദ്ദേഹം ഒരു ഇൽമിനെ മറച്ചു വെച്ചു എന്ന പാപം എന്നിലുണ്ടാവരുത് എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നതാണ്. അപ്പോൾ അപ്പോഴേക്കും ജനങ്ങൾ അതിന് പാകപ്പെട്ടിട്ടുണ്ട്. കർമ്മത്തിലും വിശ്വാസത്തിലും ജനങ്ങൾ നല്ല മുന്നേറ്റമുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് വിരോധമില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ 4 ഹദീസുകൾ നമ്മൾ പറഞ്ഞു, 2 ബാബിലായിട്ട്. രണ്ടും വിഷയങ്ങൾ, ചില വിഷയങ്ങൾ പബ്ലിക്കായിട്ട് അങ്ങ് പറഞ്ഞുകൂടാ, ചിലത് ചിലരോട് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന
2 ഹദീസുകളാണ്. ഏതായിരുന്നാലും കൂടുതൽ വിജ്ഞാനം പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്ത് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ആളുകൾക്ക് അള്ളാഹു രോഗശമനം നൽകുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട അമ്മൂട്ടി മാഷ്, അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹത്തിന് സിഹത്ത്, ആരോഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. ദുആ കൊണ്ടൊക്കെ വസിയ്യത്ത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും പടച്ചോനെ, അവരെയും അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നന്നായി അറിയുന്നവൻ നീ മാത്രമാണ് തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾക്കൊക്കെയും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.